പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആഗസ്റ്റ് 1, ഇന്ന് വൈകിട്ട് ഈ വേളയിൽ നിൽക്കുമ്പോൾ ഒല്ലൂർ പുനർജീവൻ തറവാട്ടിലെ നിന്നുകൊണ്ട് ഒല്ലൂർ പുനർജീവൻ ഭരതാശ്രമം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഈ വ്യത്യസ്തമായ കാലാവസ്ഥ, ഈ മഴയുടെ കാഠിന്യം യഥാർത്ഥത്തിൽ തൃശ്ശൂർ ജില്ല മുഴുവൻ ഒഴുകി അലയുക എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. റോഡുകളും അപകടങ്ങളും എല്ലാം. ഇവിടെ സഹനം സഹിക്കുന്ന പുനർജീവന്റെ മക്കളുടെ വീടുകളിലും രണ്ടാശ്രമങ്ങളിലും പ്രാർത്ഥനനിരതരായപ്പോൾ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. നാളെ 2-ാം തീയതി ഞായറാഴ്ച ഇവിടെ ഒരു പ്രാചിത്ത പരിത്യാഗ പ്രാർത്ഥന യജ്ഞം തന്നെ ഒരുക്കുകയാണ്. തങ്ങളുടെ സഹനങ്ങൾക്കൊക്കെ പുറത്ത് അതിനെയെല്ലാം യേശുവിന്റെ കുരിശിനോട്, ആ ത്യാഗത്തോട് ചേർത്ത് വെച്ച് ഈ കാലാവസ്ഥയിൽ ഒരു വെള്ളപ്പൊക്കമോ അപകടങ്ങളോ ദുരിതങ്ങളോ ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം ആ കുരിശിൽ നിന്ന്, ആ സ്നേഹിക്കുന്ന യേശുനാഥനിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ നാളെ 10 മണി മുതൽ 4 മണി വരെ ശരീരം തളർന്നവരും പലവിധ രോഗാവശരായവരും വയോജനങ്ങളും കണ്ടു കാണാത്തവരുമെല്ലാം നാളെ ഒരു 50-60ഓളം ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് പോലും ദൂരെ നിന്ന് പോലും ഇവിടെ ഒത്തുചേരുകയാണ്. ഇത് ഞാൻ അവരോട് പങ്കുവച്ചപ്പോൾ 2-ാം തീയതി സഭ ദിവ്യബലിയിലെ വായിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷം 13 അധ്യായം 44 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. അതെ, തങ്ങളുടെ അനാരോഗ്യങ്ങൾക്കപ്പുറത്ത് വരാൻ പോകുന്ന സമൂഹത്തിന്റെ അപകടങ്ങൾക്ക് വേണ്ടി, ആ അപകടങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സഹനങ്ങളെയെല്ലാം ചേർത്ത് വെച്ച് ഒരു പ്രാർത്ഥനാ യജ്ഞം ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ ഒരുക്കുകയാണ്. അപകടങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം ആ ദുരിതങ്ങള് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിബന്ധങ്ങളായി മാറുന്നതിനപ്പുറത്ത് വെറോനിക്ക പോലെ അവിടെ ശൂന്യതയാണ്, സാഹചര്യങ്ങൾ അനുകൂലമല്ല, അവിടെ പ്രതിബന്ധങ്ങളാണ്. ആ പ്രതിബന്ധങ്ങൾ മറന്ന യേശുവിലേക്ക് നോക്കി മുഖം തുടച്ചതുപോലെ ഇന്ന് കേരളം മൊത്തം പ്രളയത്തിന്റെ ബാധ്യതകളിലേക്ക് കടന്നു പോവാതിരിക്കുവാനായിട്ട് ഇന്ന് പുനർജീവന്റെ മക്കള് 50-60ഓളം മക്കൾ ഒരുമിച്ച് കൂടി 2-ാം തീയതി ഞായറാഴ്ച ഇവിടെ ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ 10 മണി മുതൽ 4 മണി വരെയുള്ള ശുശ്രൂഷകൾ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ദിവ്യബലിക്ക് പോകാൻ പറ്റാതെയാണെങ്കിലോ എന്തുമായിക്കോട്ടെ, ഒരു സർവ്വസ്വപിതാവും ഒരു നന്മ നിറഞ്ഞു മറിഞ്ഞു ചൊല്ലി വരാൻ പോകുന്ന ആപത്തുകൾ അപകടങ്ങളിൽ നിന്ന് യേശുവിന്റെ കുരിശിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് നമുക്ക് കൈകോർക്കാം. എന്നും പ്രതിബന്ധങ്ങൾ മറന്ന് യാത്ര ചെയ്യുന്ന, ഈ ശരീരം തളർന്നിട്ട് മനസ്സ് തളരാത്ത പലതരമാവശ്യരായിരുന്ന പുനർജീവന്റെ മക്കള് നേടിയെടുക്കുന്നതെല്ലാം തങ്ങളുടെ സഹനങ്ങളെ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെക്കുന്ന യാത്രയാണ് പുനർജീവൻ യാത്ര. നിങ്ങളെവരെയും പുനർജീവന്റെ ഓഗസ്റ്റ് 2 ഞായറാഴ്ച ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ നടക്കുന്ന ആ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വേദനിക്കുന്ന, നമുക്ക് എന്ത് സംഭവിച്ചു എന്നതിലുപരി മറ്റുള്ളവർ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന സംഭവങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ഒരു പുനർജീവന മേഖലകളിൽ ലഭിക്കുവാനായിട്ട്, ആ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുവാനായിട്ട്, ആ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വിലയുള്ള വജ്രം തേടി തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് യാത്ര ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പ്രൈസ് ദി ലോർഡ്.